കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ് എനിക്കൊപ്പം ഉള്ളത്. ഇന്നിപ്പോൾ ചെറിയ പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഈദ്ഗാഹ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഖബർസ്ഥാനിലെത്തി ഖബർ സിയാറത്ത് നടത്തുക എന്നുള്ളതാണ്. ഫൈസൽ ബാബുവിനെ സംബന്ധിച്ച് ഫൈസൽ ബാബു വലിയ വിശ്വാസിയാണ് അല്ലേ? നല്ല ഇൽമും ഈമാനും അദബൊക്കെ ഉള്ള അപ്പോൾ എന്താണ് ഈ ഇവിടുത്തെ ഖബർസ്ഥാനിൽ എന്ന് പ്രത്യേകിച്ച് ഓർമ്മകളുണ്ടോ ഇവിടേക്ക്? തീർച്ചയായിട്ടും ഈ ഖബർസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇത് ഈ പ്രദേശത്തെ മഹലിൻ്റെ മാത്രം ഖബർസ്ഥാനല്ല. ഇത് കേരളത്തിൻ്റെ മുഴുവൻ പൊതു മലയാളി സമൂഹത്തിൻ്റെ വൈകാരികമായ പ്രാർത്ഥനകളൊക്കെ ഈ അന്തരീക്ഷത്തിലുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ട വഴിയിൽ പ്രയത്നിച്ച ഈ മൊയ്തു മൗലവി സാഹിബിൻ്റെ ഖബറിടത്തിൽ ഞങ്ങൾ പോയി. അതോടൊപ്പം UDF രാഷ്ട്രീയത്തിൻ്റെ മുന്നിൽ നിന്ന് കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പ്രധാന പങ്ക് വഹിച്ച പ്രിയപ്പെട്ട PM അബൂബക്കർ സാഹിബിൻ്റെ മീസാൻ കല്ലിനോട് ചേർന്ന് നിന്ന് സലാം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ കണ്ണമ്പറമ്പ് ഖബർസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കോവിഡ് നിപ്പ കാലത്തൊക്കെ കേരളത്തിൻ്റെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന തീർച്ചയായിട്ടും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയുള്ള ഒരിടം കൂടിയാണ് ഇവിടെ. അപ്പോൾ തീർച്ചയായിട്ടും സൗത്തിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ യൂത്ത് ലീഗിൻ്റെ നേതാവ് എന്നതിനപ്പുറത്ത് വലിയൊരു പ്രഭാഷകനാണ്, സാധാരണ സമാധാനീൻ്റെ ശിഷ്യനാണെന്നൊക്കെ പറയും. എന്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് പറയുക ഒരു പ്രഭാഷകൻ എന്ന രീതി? സത്യസന്ധരാവുക, നമ്മൾ ബി സിൻസിയർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കരുണയുള്ളവരാവുക എന്നുള്ളതാണ്. വിശ്വാസം നമ്മളിൽ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ടുന്ന മൂല്യമെന്ന് പറയുന്നതാണ് എല്ലാ മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. ഈ പെരുന്നാൾ ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിലും നമ്മളെ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു സന്ദേശവും അതാണ്. ദയാവായ്പോടുകൂടി എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. കൂടുതൽ വിശ്വാസിയാകും കൂടുതൽ സെക്യുലർ ആവും. തീർച്ചയായിട്ടും സെക്യുലർ വിശ്വാസി എന്ന് പറയുമ്പോൾ സെക്യുലർ എന്ന് വേറെ പറയേണ്ട ആവശ്യമില്ല. ഇത് പോസ്റ്റും കാലം എന്ന് പറഞ്ഞ മാതിരിയാണ്. പോസ്റ്റാണ് കാല്, കാലാണ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ വിശ്വാസി സെക്യുലറാണ്, അങ്ങനെ ആവാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്യുലറിസ്റ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശ്വാസിയാണ് മഹാത്മാഗാന്ധി. ഗാന്ധിയേക്കാൾ വലിയൊരു വിശ്വാസിയില്ല, ഗാന്ധിജിയേക്കാൾ ഒരു വലിയ സെക്യുലറിസ്റ്റുമില്ല. ഇവിടെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒക്കെ ഖബർസ്ഥാനുള്ള മണ്ണാണിത്. അബ്ദുറഹ്മാൻ സാഹിബിനെ യെസ്, അപ്പോൾ മൊയ്തു മൗലവിയോടൊപ്പം നമ്മൾ പറയേണ്ട പേരാണ്. അപ്പോൾ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നിങ്ങളൊരു നല്ല മനുഷ്യനെ തേടിയുള്ള അന്വേഷണത്തിൽ നിങ്ങൾക്ക് അബ്ദുറഹ്മാൻ സാഹിബിൽ വന്ന് നിൽക്കേണ്ടി വരും. നിങ്ങൾക്കൊരു നല്ല മതവിശ്വാസിയെ തേടിയുള്ള അന്വേഷണത്തിൽ അപ്പോഴും അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഖബറിടത്തിൽ വന്ന് നിൽക്കേണ്ടി വരും. ഈ ഖബർസ്ഥാനുകളും ഈ മീസാൻ കല്ലുകളൊക്കെ ഈ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ ഈ മനുഷ്യരുടെയൊക്കെ ആത്മാവുകൾ ഞങ്ങളെ പിന്തുടരുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കോഴിക്കോട് സൗത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സൗത്ത് സെറ്റാക്കാൻ പോവുകയാണ് ഞങ്ങൾ. ഇന്ന് ചെറിയ പെരുന്നാളാണ്. ഇതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമ്പിന് ശേഷമുള്ള ചെറിയ പെരുന്നാളാണ് രഞ്ജിത്തെ. ഇന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം വികസനത്തിൻ്റെ വലിയ പെരുന്നാൾ സൗത്തിൽ നടക്കാൻ പോകുന്നു. ഇൻഷാ അല്ലാഹ് മെയ് 4 പൊട്ടിക്കുമ്പോൾ വലിയ പെരുന്നാൾ, വികസനത്തിൻ്റെ വലിയ പെരുന്നാൾ. കോഴിക്കോട്ടുകാരെ, സൗത്തുകാരെ, വികസനത്തിൻ്റെ ഇപ്പം നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ചെറിയ പെരുന്നാളാണ് ഇവിടെ മാനത്ത് കാണുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് റിസൾട്ട് പൊട്ടിച്ച് വോട്ട് പുറത്തെടുക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് തിട്ടപ്പെടുത്തുമ്പോൾ നമ്മൾ പിന്നെ വികസനത്തിൻ്റെ വലിയ പെരുന്നാൾ ഇവിടെ സംഭവിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മലപ്പുറത്ത് ഇങ്ങോട്ട് വന്നിട്ട് വലിയ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? ഒരു കുറവില്ല, ബാബു പറപ്പിക്കും, അതൊന്നും ഒരു വിഷയമില്ല. ഞാൻ രഞ്ജിത്തെ, ഞാൻ കോഴിക്കോട്ടെ പുയ്യാപ്പിളേന്. അപ്പോൾ ഇവിടെ വന്നവരൊക്കെ അങ്ങനെയാണ്, ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ്, ഇവിടുത്തെ പുയ്യാപ്പിളമാരാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എന്നോട് പാണക്കാട് തങ്ങളും UDFും പറഞ്ഞത് ഇനി കോഴിക്കോട്ടെ പുയ്യാപ്പിളയോടൊപ്പം കോഴിക്കോട്ടുകാരുടെ, സൗത്തുകാരുടെ ജനപ്രതിനിധി കൂടിയാവൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വികസനത്തിൻ്റെ ഒരു സൽക്കാരം ആണ് ഇനി 5 വർഷം നമ്മളിവിടെ നടത്താൻ പോകുന്നത്. പുയ്യാപ്പിളമാരൊക്കെ ഇവിടെ തന്നെ നിൽക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ മുനീർ സാഹിബിൻ്റെ ഒക്കെ ഒരു മണ്ഡലമായിരുന്നു. എങ്ങനെയാണ് ആ ഒരു പാരമ്പര്യത്തെ? മുനീർ സാഹിബ് തുടങ്ങി വെച്ച വലിയ വികസനമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബീച്ചിലല്ലേ നിൽക്കുന്നത്, ഇവിടെ ഒരു മന്ത്രിയുള്ള മണ്ഡലമായിരുന്നു കഴിഞ്ഞ 5 വർഷം. ആ മന്ത്രിയുടെ വകുപ്പ് എന്തായിരുന്നു? പോർട്ടായിരുന്നു. ഈ ബീച്ചിൽ ഈ പോർട്ട് ഫണ്ട് ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ കോർണീഷ് ആക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ ബീച്ച് സൗത്തുകാരുടെ, കോഴിക്കോട്ടുകാരുടെ മാത്രമല്ലല്ലോ, കേരളത്തിൻ്റെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയുള്ള, അവരൊക്കെ വന്നിരുന്ന് കാറ്റുകൊള്ളുന്ന സ്ഥലമാണിത്. പക്ഷേ മുഗദാർ ബീച്ച്, പക്ഷേ കഴിഞ്ഞ 5 വർഷം അത് നടന്നിട്ടില്ല എന്നത് നിർഭാഗ്യകരമായ ഒരു വിമർശനമായി ഞങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് ഈ സൗത്തിൽ ഒരു MLAക്ക് കിട്ടുന്ന അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിനപ്പുറം
ഒരു എക്സ്ട്രാ കല്ല് ഇവിടെ ഇട്ടിട്ടില്ല, ഒരു എക്സ്ട്രാ കല്ല് ഇട്ടിട്ടില്ല. ഇവിടെ മുനീർ സാഹിബ് ഇപ്പോൾ ഈ മുഖദാറ ബീച്ചിലൊക്കെ ഓപ്പൺ ജിമ്മ് കാണാൻ നിങ്ങൾക്ക്, അതിനകത്ത് പോലും ഒരു പെയിൻ്റ് അടിക്കുന്ന പണി പോലും ഇവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് സൗത്തുകാർ വികസനം അർഹിക്കുന്ന ഒരു കൂട്ടരാണ്. നഗരത്തിലാണ്, കോഴിക്കോടിൻ്റെ മുഖഛായയാണത്. അതുകൊണ്ട് മുനീർ സാഹിബ് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് തുടങ്ങിവെച്ച, അദ്ദേഹം കണ്ടുവെച്ച വികസന പ്രവർത്തന തുടർച്ചയുണ്ടാക്കാനാണ് UDF നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. എല്ലാവിധ ആശംസകളും. തീർച്ചയായിട്ടും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ എന്നെ കേൾക്കുന്ന റിപ്പോർട്ടറിൻ്റെ പ്രേക്ഷകർക്ക് ഇന്നത്തെ ദിവസം ഈ വ്രതം കഴിഞ്ഞുള്ള ഈ പെരുന്നാളിൻ്റെ പ്രഭാതത്തിൽ എല്ലാ മലയാളികൾക്കും സ്നേഹത്തോടെ കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന പാരമ്പര്യത്തിൽ ഉറച്ചു നിന്ന്, പെരുന്നാൾ എല്ലാവരുടേതുമാണ്, വിഷു വരാൻ പോവാണ്, വിഷുക്കണി എല്ലാവരുടേതുമാണ്, ക്രിസ്മസും ഓണവും ഒക്കെ എല്ലാവരുടേതുമാണ്. അങ്ങനെ നമുക്ക് നല്ല മതവിശ്വാസിയായിക്കൊണ്ട്, നല്ല മനുഷ്യരായിക്കൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന സന്ദേശമാണ് ഈ കടപ്പുറത്ത് നിന്ന് ഈ കണ്ണമ്പറമ്പിലെ വലത്തും ഇടത്തുമുള്ള ഖബർസ്ഥാനിൽ അന്തി ഉറങ്ങുന്ന പൂർവികരായ മനുഷ്യരുടെ ആത്മാക്കളെ സാക്ഷിയാക്കി ഇന്നത്തെ പ്രഭാതത്തിൽ രഞ്ജിത്ത് എന്ന മിടുക്കനായൊരു പത്രപ്രവർത്തകൻ്റെ കൂടെ നമുക്ക് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രവർത്തകരോട് പറയാനുള്ളത്. എല്ലാവർക്കും ഈദ് ആശംസകൾ.